വല്ലായ്മ പോലെ എന്നെ ഇഷ്ടമായില്ലേ? ദേശീയ കണ്ടുമുട്ടാൻ ഇത്ര വൈകിപ്പോയല്ലോ എന്നുള്ള വല്ലായ്മ മാത്രമേ എനിക്ക്. ഈ കൂടിക്കാഴ്ചയുടെ ഓർമ്മ എന്നും എന്നിലുണ്ടായിരിക്കും. കൽക്കട്ടയിൽ തിരിച്ചെത്തുന്നതുവരെ ഞാനിത് കൈകൊണ്ട് തൊടുകയില്ല എന്ന് ശബ്ദം ചെയ്തിരിക്കുകയാണ്. വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ജോലിക്ക് വേണ്ടിയാണ് ഞാൻ മദ്രാസിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ ലഹരിയിൽ മുഴുകിപ്പോയാൽ എന്റെ ലൈഫ് സ്പോയിലായി പോകും. ഓക്കെ, ഞാൻ നിർബന്ധിക്കുന്നില്ല. ഞാൻ സന്തോഷത്തോടെ തരുന്നത് ഒന്നും സ്വീകരിക്കില്ലെന്നാണ്. എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എങ്കിൽ മിസ്റ്റർ നാഗേന്ദ്രൻ, you are under arrest. Sir. Come on. ആരാ മനസ്സിലായില്ലല്ലോ. മിസ്റ്റർ ചന്ദ്രസേൻ എവിടെ? അകത്തുണ്ട്. നിങ്ങളാരാണ്? അത് അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. ഹായ്, ഗുഡ് മോർണിംഗ്. Good morning. ശരിക്കും ഭാര്യയാണല്ലേ? ഗ്ലാഡ് ടു മീറ്റ് യു. താങ്ക്സ്. സരസ്വതി, കാപ്പി കൊണ്ടുവരും. നിങ്ങളുടെ ഭാര്യ തെറ്റിദ്ധരിക്കുന്നു വിചാരിച്ചാണോ ഭയപ്പെടുന്നത്? എന്തിനാടാ മോനെ കുണുക്കിളക്കി വെച്ചിട്ട് സ്ഥലം വിടാനല്ലേ? വേല കയ്യിൽ വെച്ചേരെ. എന്റെ വള്ളത്തെ കയറുന്നവരോ വള്ളം തുഴയുന്നവരോ ഇന്ന് വരെ എന്നോട് കള്ളം കാണിച്ചിട്ടില്ല. എനിക്ക് വരേണ്ട കാശ് എന്റെ കയ്യിൽ തന്നെ വരും. അയ്യോ, ഇന്ന് വരെ ഷാപ്പുകാരൻ ശങ്കരനോട് ഒരുത്തനും വള്ളക്കാശ് ചോദിച്ചിട്ടില്ല. അറിയാണോ മലയാളി? മലയാളി ഇപ്പൊ പുതിയ വള്ളക്കാരനാണ് മലയാളി. എന്നാ പഴയവന്മാർ എന്നോട് എങ്ങനെ പെരുമാറുന്നത് താനും കൊണ്ട് പറഞ്ഞു കൊടുക്കണോ? ഞമ്മക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളെപ്പോലുള്ള ഒരു കാരണം ഈ കടത്തുവെള്ളം ഇവിടെ നിർത്തലാവും. ഈ കടത്തുവെള്ളം ഇവിടെ നിർത്തിയാൽ എനിക്ക് പുല്ലാണ്. അപ്പോ നമ്മളെ പുല്ല് വെള്ളത്തിൽ പോയല്ലോ. കടത്തുവെള്ളം നിർത്തിയാൽ എനിക്ക് പുല്ലാണല്ലേടാ? അക്കരയ്ക്ക് കൊണ്ട് കുഴിച്ചിടാനുള്ള ശവം നിന്റെ ഷോപ്പിൽ കൊണ്ട് കുഴിച്ചിടാൻ കൂടാ. മരനാറി അക്കരെ ആശുപത്രി പോയി പ്രസവിക്കാനുള്ള പെണ്ണുങ്ങളെ നിന്റെ കളർ ഷോപ്പിൽ കൊണ്ടുവന്നാ മതിയടാ. പറയടാ. എന്താ ഇത്? പോട്ടെ, നീ എന്താ ഈ കാണിക്കുന്നത്? അല്ല അല്ല, നമ്മള് പറയാ പള്ളം നിർത്തലാക്കാൻ വന്ന നമ്മളെ ചട്ടമ്പീന്റെ പല്ലിന് പല ഉണ്ടോ നോക്കിയാണ് നമ്മളെ ബാലത്ത് കളഞ്ഞിട്ട് പാടാ. എനിക്ക് നിന്നോട് കാര്യം പറയാം. നിങ്ങളോട് കാര്യം പറയണ്ടേ നമുക്ക്? എന്താണ്? നിങ്ങൾ രണ്ടുപേരെയും ഒരു ചങ്ങായി ഉണ്ടല്ലോ, ആ ഒരുത്തൻ ദുബായ്. ദുബായ് അല്ല റപ്പായി. നിങ്ങളെ കൂട്ടുകാരല്ലേ? അവിടെ വള്ളമൊക്കെ ഇങ്ങനെ തോന്നിയോണ്ട് നടന്നില്ലേ? പോയ ദുബായിന് വന്നിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ അറിഞ്ഞുകൊണ്ടാക്കാം. ഓ, ഇപ്പൊ വലിയ പൈസക്കാരനായിട്ടാ വന്നിരിക്കുന്നത്. റപ്പായി എത്രത്തോളം വലിയവനാവുന്നു അത്രത്തോളം ഞങ്ങൾക്ക് സന്തോഷമാണ് മുല്ലാക്ക. അവൻ എയറോപ്ലെയിനിൽ വന്നിറങ്ങിയപ്പോ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാൻ കഴിയാഞ്ഞതിലേ ഉള്ളൂ ഞങ്ങൾക്ക് വിഷമം. ആ പിന്നെ വലിയൊരു വിശേഷം, നമ്മളെ റപ്പായിന്റെ കെട്ടിയുള്ള മറിയാമ്മ, അവക്ക് കേറി നടക്കാൻ റപ്പായി ഒരു ഹെലികോപ്പ് കൊണ്ടുവന്നുണ്ടെന്ന് എല്ലാവരും പറയും. എന്ത് കോപ്പ? ഹെലികോപ്പ? ആന്ന് അതാ വിദേശി, നമ്മളെ വിദേശി. അവ ചിരിക്കണ്ട, വീട്ടിൽ വെച്ച് സിനിമ കാണുന്ന പെട്ടിയും കൊണ്ടുവന്നുണ്ട്, വീഡിയോ പെട്ടി. അതിന് ഇംഗ്ലീഷ് അറിയണ്ടേ? ചിരിക്കാൻ കലാകാരം കലാകാരം.
എന്റെ പൊന്നാവോ? ഈ കുപ്പായം നോക്കിയേ, ചേർപ്പെട്ടില്ലെങ്കിലും പണ്ടാരത്തിന്റെ പപ്പടം പോലെ ആക്കിയിട്ടുണ്ട്. വാ, എളുപ്പം പോവാ. ബാപ്പ ഒന്ന് ചോദിക്കാതെ എങ്ങനെയാണ് പോവുക? ബാപ്പ വരുമ്പോ അവിടുത്തെ സിനിമ തീരും. വാ, നമുക്ക് ഒരുങ്ങാം. വരാൻ. ഏതെങ്കിലും അലക്കുകാരോട് രണ്ട് നല്ല ഉടുപ്പും വാങ്ങി ഇട്ടുകൊണ്ട് വേണം നമുക്ക് റപ്പായിയെ കാണാൻ. അല്ലെങ്കിൽ മോശമാ. നീ എവിടുത്തെ മണ്ടച്ചാരാടാ? എടാ, നമ്മൾ അവന്റെ മുമ്പ് വേഷം കെട്ടി ചെല്ലുന്നത് ആത്മവഞ്ചനയല്ലേ? അവന് നമ്മെ അറിയാം, നമുക്ക് അവനെ അറിയാം. നമ്മുടെ കഷ്ടപ്പാട് അവനെ അറിയിക്കണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞാടാ. വിശപ്പ് അറിയാതിരിക്കാൻ വേണ്ടി മുഖത്ത് പൗഡർ പൂശുന്നതിൽ എന്താ അർത്ഥം? ഞാൻ പറഞ്ഞത് ഇങ്ങട്. ഏതായാലും നീ ഉണ്ണാൻ വരുന്നെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ ഇറച്ചി വാങ്ങിച്ചത്. ആഹാ, അതിനെന്ത്? ഇറച്ചി കറി വെച്ച് ചോറ് കൊണ്ടിട്ട് നമുക്ക് റപ്പായിയെ കാണാം. ശരി, വാ. നബീസ, ഇങ്ങോട്ട് മാറി നിൽക്ക്. നിങ്ങൾ എവിടെ പോയാണ്ടി ഒരുങ്ങി നിൽക്കുന്നേ? റപ്പായിയച്ഛന്റെ വീട്ടിൽ സിനിമ കാണാൻ. അവിടെ സിനിമ ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? അമ്മയിലെ ചാക്കോമല്ലാന്റെ വീട്ടുകാരൊക്കെ പോണ്ട് പാപ്പ. അവര് കള്ളം പറയൂ പാപ്പ. ഞങ്ങള് പൊക്കോട്ടെ പാപ്പ. ഇത് നിങ്ങളെ തിയേറ്ററിൽ പോയൊരു സിനിമ കാണാൻ നീ സമ്മതിക്കില്ല. ടിക്കറ്റ് എടുക്കാൻ കാശില്ലാഞ്ഞിട്ടാടാ. ഇതിന് ടിക്കറ്റും കാശൊന്നും വേണ്ടല്ലോ, വീട്ടിൽ നടക്കുന്ന സിനിമയല്ലേ. മക്കളെ മക്കളെ, ഈ പിള്ളേരെ കഞ്ഞി വല്ലതും വെച്ചിട്ടാണോ നിങ്ങൾ പോകുന്നത്? ഇല്ല പാപ്പ, സിനിമ കണ്ടിട്ടൊന്ന് കഞ്ഞി വെക്കാൻ നമ്മൾ വിചാരിച്ചു. കഞ്ഞിയും കറിയൊക്കെ നമുക്ക് വെക്കാമടാ. അവര് പൊയ്ക്കോട്ടെ. നിങ്ങളെ തൊട്ടുപുറകെ ഞങ്ങളും വരുന്നുണ്ടെന്ന് റപ്പായോട് പറഞ്ഞേക്ക്. നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ച് പോയില്ലെന്ന് വെച്ച് അവൻ ചിലപ്പോ ഇങ്ങോട്ട് വന്നേക്കും. അയ്യോ, അവനിവിടെ വന്നാൽ ഇരിക്കാൻ കൊടുക്കാൻ ഒരു കസേര പോലും നമുക്കില്ല. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ പൊയ്ക്കോ. വെക്കലേടി. എടാ, ഇക്കാലത്ത് നിന്റെ മക്കളെ പോലെ ഇത്രയും അച്ചടക്കമുള്ള പെമ്പിള്ളേരെ കാണാൻ കൂടി കിട്ടില്ല. നീ കുറെ കൂടി വിട്ടുവീഴ്ചയോട് ചിന്തിക്കണം. ഞാൻ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കാത്തത് ഈ ലോകത്തെ ഭയന്ന്. അവരുടെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പേടിയില്ല. അവൾ മയ്യത്തായതോടെയാണ് എന്റെ ജീവിതം തകർന്നതെന്ന് നിനക്കറിയാമല്ലോ. ഈ പിള്ളേരെ കണ്ണിന്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഓരോ നിമിഷവും എന്റെ നെഞ്ചിൽ തീയാണടാ. എടാ, ആണുങ്ങളായാൽ കഴിഞ്ഞ കാലത്തെയും കഷ്ടപ്പാടിനെ ഓർത്ത് ദുഃഖിക്കല്ല വേണ്ടത്. എന്തും ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള ധൈര്യം വേണം. എനിക്കെല്ലാത്തിനും ധൈര്യം തരേണ്ടത് പടച്ചവൻ മാത്രമാണ്. എല്ലാം ശരിയാകൂടാ. എനിക്ക് വിശക്കുന്നു. വാ, നമുക്ക് അടുക്കളയിലോട്ട് കയറാം. गाए जा और मुस्कुराए जा जब तक के फुर्सत दे ये जमाना। गाए जा और मुस्कुराए जा जब तक के फुर्सत दे ये जमाना। जितना खुशी से दिल को लगाना, जितना खुशी से दिल को लगाना, उतना ही गम से रिश्ता निभाना। गाए जा और मुस्कुराए जा जब तक के फुर्सत दे ये जमाना। गाए जा। കണ്ണു മൂടിക്കും. കഥ നടത്തിട്ടില്ലാണല്ലോ. അയ്യോ വേണ്ട, വാ നമുക്ക് അടുക്കള
होना है जो कुछ होके रहेगा वक्त का तजिया प्यारे रहेगा इस जिंदगी में किसके लिए क्या लिखा हुआ है किसने ये जाना गाए जा और मुस्कुराए जा जब तक ये फुर्सत दे ये ज़माना ആരാ മറിയാമ്മത്? എനിക്കറിയില്ല. ഓ എവളുമാരായിരുന്നു. മറിയാമ്മേ, ഇവിടെ ഉള്ളതാ ഇതൊക്കെ? ആ പ്ലാസ്റ്റിക് വിറ്റ് നടക്കുന്ന കാതറിന്റെ മക്കളാണ്. പയ്യച്ചൻ ക്ഷമിക്കണം, ഞങ്ങൾ വീട്ടിൽ കാണിക്കുന്ന ഈ സിനിമ കാണാൻ വേണ്ടി വന്നതാ. എടി ഇത് നിന്നെയൊക്കെ പോലുള്ള ഒരു 3.5 ചക്രത്തിന് കാണുന്ന സിനിമയല്ല, നിലയുള്ളവര് കാണുന്ന റേഡിയോയാ. റേഡിയോ അല്ല മറിയാമ്മേ, വീഡിയോ. റപ്പായച്ചനും അറിയാമേ ഞങ്ങളെ പണ്ടത്തെ പോലെ കരുതുമെന്നാ വിചാരിച്ച്. അയ്യോടി, നിന്റെയൊക്കെ പറച്ചിൽ കേട്ടാ തോന്നുന്നില്ല ഞങ്ങൾ കാതറിന് പറഞ്ഞ് കുടികിടന്നവരാണെന്ന്. അറിയാമേ, നിങ്ങൾ പഠിച്ചതിന് മറന്നൊന്നും പറയരുത്. ഇരിക്കുന്നവരാരൊക്കെയാണെന്ന് അറിയാൻ മതി. മൈ ഫ്രണ്ട്സ് ആൻഡ് ഗസ്റ്റ്. ഈ ചെറ്റകൾക്ക് എങ്ങനെ അറിയാനാണെന്ന് രണ്ടിനെ പിടിച്ച് പുറത്താക്കിയിട്ട് നിങ്ങൾ ആ കുന്ത്രാണ്ടം തുറക്ക്. സോറി ഫോർ ദ ബ്രേക്ക്. മതി മതി, നല്ലപോലെ അങ്ങോട്ട് കഴിക്കടാ. ഇറച്ചിക്കറി സ്വയംഭൻ. എന്താ മക്കളെ? നിങ്ങളെന്തിനാ കരയുന്നേ? ജൈനബ, നബീസ, കാര്യം പറയും. ഞങ്ങളെ ആട്ടി ഇറക്കി വിട്ടു. നിങ്ങളെ ആട്ടിയിറക്കി വിട്ടു? എന്തിനാ? വലിയ നിലയുള്ളവര് സിനിമ കണ്ടോണ്ടിരുന്നെടുത്ത് ഞങ്ങൾ കയറി ചെന്നേന്. സാഗരെ, നമ്മക്കൾ ആരുടെ അവൻ ഇത്ര നിലവിലെയുള്ളവര്? പഴയ കാലമൊക്കെ റപ്പ ഇത്ര വേഗം മറന്നു. അവനെ കുറ്റം പറയേണ്ട ബാല. കാറ്റടിക്കുമ്പം കടലിന്റെ കോള് മാറുന്നതിനേക്കാൾ വേഗത്തില് കാശുണ്ടാകുമ്പം മനുഷ്യന്റെ മനസ്സ് മാറും. എന്നാലും ഈ മാറ്റം എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലടാ. ഇവരിവിടെ പോയതാണ് തെറ്റ്. ആ, നിക്കോറുണ്ട്. എനിക്ക് ഉണ്ടലിറങ്ങില്ല. ഞാനിപ്പോ വന്നേക്കാം. കരയാ മക്കളെ, നമ്മൾ പാവങ്ങളല്ലേ, എല്ലാം സഹിച്ചേ പറ്റൂ.